ഹലോ ഗൈസ്, നമുക്കിന്ന് മീൻ കറി വെക്കാം. വരൂ കൂട്ടുകാരെ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വരൂ കൂട്ടുകാരെ, നമുക്ക് മീൻ കറി വെക്കാം. ഓക്കെ, എൻ്റെ ചാനൽ എന്ന് പറയുമ്പോഴേക്കും സൂപ്പർ സിമി എന്നാണ് കേട്ടോ എൻ്റെ ചാനലിൻ്റെ പേര്. അക്കല്ലേ? വരൂ കൂട്ടുകാരെ, നമുക്ക് മീൻ കറി വെക്കാൻ പോകാം. നമുക്ക് ആദ്യം മീൻ കഴുകി വൃത്തിയാക്കാം. കടൽ ബ്രാൽ എന്നുള്ള മീനാണ് കിട്ടിയിരിക്കുന്നത്. കുഞ്ഞിക്കെന്തവിടെ പക്വാനുണ്ട്, പക്വാട്ടിക്കോട്ടെ, പക്വാൻ തോട്ടിക്കും വേണേ. കുഞ്ഞിക്ക് തന്നല്ലോ, പപ്പ തന്നല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ വന്നിരിക്കുന്നത്? കുഞ്ഞിക്ക് പപ്പ തന്നല്ലോ. വിളിക്കട്ടെ, പപ്പനെ വിളിക്കട്ടെ. അധികം ഉളുമ്പൊന്നും ഇല്ലാത്ത മീന. മരം കുഞ്ഞി കുഞ്ഞിക്ക് ആദ്യം തന്നല്ലോ. അല്ല പിന്നെ ഇങ്ങനെ ക്യാമറ പറിച്ചിടല്ലേ. മരം 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 കാണാമോ? നമ്മള് വട്ടം വന്ന് നിൽക്കാമോ? വട്ടിയെടുക്കട്ടെ. പപ്പേ ഓടി എവിടുന്ന് വന്നിട്ട് ഓടിക്കും, എവിടുന്ന് വന്നിട്ട് അട്ടി 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 അട്ടി. ആ ഇറുക്കി വടി എവിടെ? ഈ ഇറുക്കി വടി, ഇറുക്കിൽ വടി എവിടെ? ഇറുക്കി വടി. ഇത്രയുള്ള കാര്യം. അവള് പിന്നെ വന്നാ മതി മതി മതി. നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാം. നമുക്കിതിലേക്ക് കുടംപുളി ചേർക്കാം. നന്നായി കഴുകിയിട്ട് ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ വേറൊരു ഇതുണ്ടാവും, കട്ട് ചൊവ്വയുണ്ടാവും. ഇങ്ങനെ കീറി കീറി അപ്പോൾ പല ഭാഗത്തായിട്ട് വേഗം പുളി ഇറങ്ങിക്കോളും.
നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. നമുക്ക് ഇഞ്ചി ചേർക്കാം. ചതച്ച ഇഞ്ചിയാണേ, ചതച്ചെടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ കുട്ടികളുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് ചെല്ലും ഇഞ്ചിയുടെ നീര്. അല്ലെങ്കിൽ അവരതൊക്കെ കഷ്ണമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരതൊക്കെ പെറുക്കിക്കളയും. അതിൻ്റെ സത്തൊക്കെ അവരുടെ ഉള്ളിൽ ചെല്ലും. നമുക്കിനി വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പില ഒന്നിച്ച് പറിച്ച് വെക്കുന്നതുകൊണ്ടേ ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വേപ്പില കുറേ പറിച്ചിട്ടുണ്ട് വരും. അപ്പം അതിരുന്ന് അങ്ങനെ ഇരുന്ന് ഉണങ്ങണതാണ് കേട്ടോ. അത് മോശം വേപ്പിലയല്ല, നല്ല വേപ്പില തന്നെ. കൂടുതലിട്ടുമ്പോൾ ഞാൻ ഉണക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കുമ്പോൾ ഇതുപോലെ നല്ല അധികം പച്ചപ്പ് പോകാണ്ട് ഉണങ്ങി കിട്ടും. നമുക്കിനി സ്റ്റൗ കത്തിക്കാം. തീ കുറച്ച ശേഷം ചട്ടി അതിലേക്ക് വെക്കാം. ഈ പുളിയും ഉപ്പും ഇതൊക്കെ പിടിക്കട്ടെ. ഇത് നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചട്ടി ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഈ ചട്ടി തന്നെ വെക്കാം. എന്നിട്ട് നാളെ തേങ്ങാപ്പാലൊക്കെ ഇടുള്ളൂ. ആ പുളി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അത് നന്നായി പുളി പിടിക്കാനായിട്ട് വെക്കാം. അവിടെ ചെറിയ തീയിൽ അങ്ങനെ ഇരുന്ന് വേവട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? വെള്ളം നിറച്ച വെള്ളം ഉണ്ടേ, ഇതൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് അധികം ഇളക്കാതെ നമുക്കൊന്നിങ്ങനെ അനക്കി കൊടുക്കാം. തീ കുറച്ചിട്ട്, അല്ലെങ്കിൽ കൈ വിരലിൽ തീ മുട്ടും. ഒന്നിങ്ങനെ കണ്ടോ, ഇങ്ങനെ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. അത്ര ഇപ്പം തിളച്ചാൽ മതി. ബാക്കി നാളെ നമുക്ക് ഇത് പുളിയൊക്കെ പിടിച്ച ശേഷം നാളെ നമുക്കത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് താളിച്ച് എടുക്കാം കേട്ടോ. അപ്പം ഈ പൊസിഷനിൽ അങ്ങനെ നമ്മൾ വെക്കണം. കുറച്ച് അതിൽ ആ പുളിയൊക്കെ ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഒരു ദിവസം അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്കിങ്ങനെ മീൻ താളിക്കുന്നതിന് വേണ്ട സവാള അരിഞ്ഞെടുക്കാം. പുറത്ത് മഴയുള്ളതുകൊണ്ട് ഭയങ്കര ശബ്ദമുണ്ട്.
നമുക്കിനി സവാള താളിക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള വാടുന്ന സമയത്ത് നമുക്ക് തേങ്ങ അടിച്ച് അതിൻ്റെ പാലെടുക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, പിന്നെ വേപ്പില, ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നും കൂടി വഴറ്റാം. എല്ലാം കൂടി നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. ഒരു കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ. സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ, എന്നാലും താളിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ചേർക്കണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി ഭയങ്കരമായിട്ട് മൂത്ത് പോകും. ഞാനിവിടെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച മുളകായതുകൊണ്ടേ കുറേ ദിവസം വെയിലത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ അത് ഭയങ്കരമായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടിയിൽ അധികം മൂപ്പിച്ചാലും കൊള്ളില്ല. നമുക്ക് ഇത് ഈ മീൻ തിളച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിയിലേക്ക് മാറ്റാം. കണ്ടോ, താളിച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ആ നേരിയ തീയിൽ തിളച്ചോട്ടെ.
എല്ലായിടത്തേക്കും ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അത് ആ താളിച്ചതിൻ്റെ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിലെല്ലാം മലിഞ്ഞ് ചേർന്നോളും. ഇങ്ങനെ നടുക്കൊന്ന് സ്പൂൺ ഇങ്ങനെ പതുക്കെ കുഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കാം. അല്ലെങ്കിൽ ചട്ടിയുടെ 2 അറ്റം ഉണ്ടല്ലോ, അതിൻ്റെ കാത് അതിൽ പിടിച്ചിട്ട് പതുക്കെ ഇളക്കാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ പതുക്കെ ഇളക്കാം. അപ്പം എന്ന് വെച്ചാൽ മീൻ പൊടിഞ്ഞു പോവില്ല. അല്ലെങ്കിൽ ഇത് മീനാണോ ഒന്ന് കഴിക്കുന്ന ആളുകൾക്ക് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. എല്ലാം കൂടി പൊടിഞ്ഞ് ഇനി നമുക്ക് അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് താഴട്ടെ കേട്ടോ. വെള്ളം പറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. കുറച്ച് നേരം ഇതിലിരുന്ന് അങ്ങനെ വേഗം തിളക്കട്ടെ. ഞാൻ തീ അധികം കൂട്ടി വെക്കാനും പറ്റില്ല, മൺചട്ടി ആയതുകൊണ്ടേ. മൺചട്ടിക്ക് അധികം നമ്മൾ കൂട്ടി വെച്ചാൽ ചട്ടി വേഗം പൊട്ടിപ്പോവും അധികം ചൂടടിച്ചാൽ. അപ്പം ഇത് പതുക്കിയിരുന്ന് തിളച്ച് വെള്ളം വറ്റിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒത്തിരി ഇട്ട് തിളപ്പിക്കണ്ട കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ മീൻ കറി വെച്ചത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അപ്പോൾ ഇനി അടുത്ത വിഭവം ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.